നല്ല നമസ്കാരം. വക്രദൃഷ്ടി ആരംഭിക്കുകയാണ്. ഇടയ്ക്കൊക്കെ തോന്നും ഈ രാഷ്ട്രീയ ഹാസ്യ പരിപാടി അവതരിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ ഹ്യൂമർ സെൻസ് ഒക്കെ വളരെ കൂടുതലാണ്, നമ്മൾ ഭയങ്കര കോമഡിയാണ് എന്നൊക്കെ. പക്ഷേ ആ അഹങ്കാരമൊക്കെ മാറണമെങ്കിൽ കേരളത്തിലെ BJP നേതാക്കളുടെ പ്രകടനം മാത്രം കണ്ടാലും മതി. BJP നേതാക്കളുടെ വാർത്താ സമ്മേളനം മാത്രമല്ല, അവരുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം കൂടി കാണുമ്പോഴാണ് യഥാർത്ഥ വളിപ്പ് കാണുന്നത്. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആരുടെയിലൊക്കെ തട്ട് ഓരോ ദിവസവും വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരു രസവുമില്ല ഈ നേതാക്കന്മാർക്ക്. കേരളത്തിൽ എന്തെങ്കിലും മുഖ്യമന്ത്രിയാകാൻ കഴിയുന്ന BJP നേതാവിന് വേണ്ടി ഇപ്പോഴേ ഓഫീസ് നിർമ്മിക്കുക. ഓഫീസിൻ്റെ തറക്കല്ലിട്ടപ്പോൾ തന്നെ സംസ്ഥാന പ്രസിഡന്റിനും മറ്റു നേതാക്കൾക്കുമൊക്കെ തങ്ങൾ ഇപ്പോഴേ മുഖ്യമന്ത്രിമാരാണെന്ന് തോന്നി പത്രസമ്മേളനം വിളിക്കുക. ആകെ ജഗപൊക പരിപാടികളാണ്. അപാരമായ തൊലിക്കട്ടിയുള്ള നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ച് വക്രദൃഷ്ടി ആരംഭിക്കുന്നു. മെട്രോ വന്നതോടെ കൊച്ചി വികസിച്ചുവെന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ പിന്നെ ആ മെട്രോയുടെ ക്രെഡിറ്റ് നമുക്കിരിക്കട്ടെ എന്ന് എല്ലാ എലിവിഷ പാർട്ടികളും കരുതുന്നു. ഇതൊക്കെ കേട്ടാൽ തോന്നും കൊച്ചിയിലെ മെട്രോ റെയിൽ കയറുന്നവർക്കൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം എന്നും ബിരിയാണി കൊടുക്കുമെന്ന്. എന്നാ തള്ള ഈ നേതാക്കന്മാരൊക്കെ തള്ളുന്നത്. തള്ളി കൊച്ചി ഏതാണ്ട് അറബിക്കടലിന് അടുത്തെത്തി. അപ്പോഴാണ് ഫ്ലെക്സ് വെച്ച് തള്ളുന്നത്. ഇതിലും BJPയുടെ ഫ്ലസ്കാണ് ഫ്ലസ്ക്. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ ഇതങ്ങോട്ട് കൂടി അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയെന്നേട്ടാ. ജോസിന് ഇത്തിരി കാറ്റുകൊള്ളട്ടെ. പ്രസിഡന്റിനെ വിവരം അറിയിച്ചായിരുന്നോ? ഞാനിതെങ്ങനെ പ്രസിഡന്റിനോട് പറയുന്നു? ആൾക്കാർ കൂടുന്നതിന് മുമ്പ് എന്നാങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ് ജോസേ. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കവലയിൽ ആദ്യമാണ്. എന്ത് അവിടെ എന്താ ആൾക്കൂട്ടോ? ജോസിനെ വളഞ്ഞു വെച്ചേക്കണം. നമസ്കാരം. എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? കർത്താവേ, മാമറ്റൻ ചത്തോ? ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2014 ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയോടെയുള്ള ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. രണ്ടാം UPA ഗവൺമെൻറ് കാലഘട്ടത്തിൽ ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആണ് അതിന് അനുമതി നൽകുന്നത്. എന്ത് തന്നെയായാലും ഡെഡ് ബോഡി RCBക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSPക്കാരനാണെന്ന് നമ്മൾ പറയുന്നു. കൊച്ചിയുടെ ചരിത്രത്തിലാദ്യമായി, കേരളത്തിൽ തന്നെ പൊതുവായി, പ്രത്യേകിച്ച് കൊച്ചിയുടെ ചരിത്രത്തിലാദ്യമായി ഈ എറണാകുളം ജില്ലയോട് ഇത്രയും അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിച്ചൊരു ഗവൺമെൻറ് സെൻട്രലിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ സാർ, സംസാരിച്ചിരിക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം. ആരെങ്കിലും ഒരു ചുവന്ന ബോഡി കൊണ്ടുവരൂ. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. വളരെ എല്ലാ കാര്യങ്ങളിലും അന്നത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടി നേരിട്ട് ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കുന്നതിന് അദ്ദേഹം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭരണം അവസാനിക്കുന്നതിന് മുമ്പായി ട്രയൽ റൺ വരെ നടത്തി പൂർത്തീകരിച്ച ഒരു പദ്ധതിയാണ് കൊച്ചി മെട്രോ പദ്ധതി. ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സെൻട്രൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മെട്രോ റെയിലിന് വേണ്ടി ഏറ്റവും അനുഭാവപൂർണ്ണമായ സമീപനമാണ് സ്വീകരിച്ചത്. അത് മെട്രോ റെയിൽ നീട്ടുന്ന കാര്യത്തിലാണെങ്കിലും മെട്രോ ഇത് കാലതാമസം ഉണ്ടാകുന്നതിന് ഉത്തരവാദി ആരാ? എല്ലാം ജനങ്ങൾക്കറിയാം ഇത് ആരുടെ പദ്ധതിയാണെന്നും ഇത് ആര് കൊണ്ടുവന്ന പദ്ധതിയാണെന്നും എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട വിഷയമില്ല. കേരളീയ സമൂഹത്തിന് അറിയാവുന്ന ഒരു വസ്തുത. അതേസമയം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിൻ്റെ വിഹിതം കൊടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ട്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ഇപ്പൊ ഫ്ലെക്സുകളിൽ അദ്ദേഹം ബഹുമാനായ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പടങ്ങളില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ അർഹതയുള്ള ഏക വ്യക്തി ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചിയുടെ സമഗ്രമായ വികസനത്തിൽ വലിയ പങ്കാണ് ഈ മെട്രോ വഹിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തവും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും ആവശ്യമാണ്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇനി
LDF മെട്രോയുടെ പിതൃത്വം എടുക്കരുതെന്ന ആവശ്യവുമായി സ്ഥലം MLA PT തോമസും രംഗത്ത് വന്നിട്ടുണ്ട്. മോശം പറയരുതല്ലോ, പാവം MLAക്ക് ഉദ്ഘാടന വേദിയിൽ ഇപ്പോൾ പ്രവേശനമില്ല. അപ്പോൾ പിന്നെ 2 ഡയലോഗ് MLAയുടെ വകയും ഇരിക്കട്ടെ. ഗവൺമെൻറ് എന്തു ആകാം എന്നത് നിലപാട് ശരിയല്ല. അന്ന് മുഖ്യമന്ത്രി ഇവിടെ വന്ന ഒരു യാത്ര നടത്തിയപ്പോൾ പോലും ജനപ്രതിനിധികളെ കൂട്ടേണ്ടതായിരുന്നു. ജനപ്രതിനിധികളെ കൂട്ടുന്നതിന് പകരം അന്ന് പാർട്ടി സെക്രട്ടറിയെ കൂട്ടാനാണ് മുഖ്യമന്ത്രി പോലും തയ്യാറായത്. അതിൻ്റെ ഒരു മുതിർന്ന പതിപ്പാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ആ മലയോര കോൺഗ്രസ്സുകാരാണല്ലോ അവനെ എടുത്തുകൊണ്ട് പോയത്. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. ഇനി മെട്രോ ഉദ്ഘാടന വേദിയിൽ നിന്നും ആദ്യം മാറ്റി നിർത്തപ്പെടുകയും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവിനെയും മെട്രോമാൻ ഇ ശ്രീധരനെയും ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ്, അതായത് അരിസ്റ്റോ മുഖ്യമന്ത്രി കുമ്മനം രാജശേഖരൻ നടത്തുന്ന വാർത്താ സമ്മേളനം കാണുക. BJPയുടെ കേരള മുഖ്യമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത്. എൻ്റെ ശക്തമായ ഇടപെടലിൽ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ മാത്രമല്ല, എനിക്കങ്ങ് ഡൽഹിയിലും ഉണ്ടടാ പിടി എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഏത് ബഹുമാനപ്പെട്ട നാട്ടുകാർ, ശ്രീ ശ്രീധരനെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഒട്ടേറെ വിവാദങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ നടക്കുകയാണ്. ഈ ജോണി വെള്ളിക്കാലയെ നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഒരു സത്യം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മെട്രോ റെയിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇരിക്കേണ്ടവരുടെ ലിസ്റ്റ് പൂർത്തിയാക്കി. അതിൽ മെട്രോ റെയിലിൻ്റെ ശില്പി എന്ന് ഏവരും അംഗീകരിക്കുന്ന സമാദരണീയനായ ശ്രീധരൻ്റെ പേര് ഉൾപ്പെടുത്തി. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നൽകിയിട്ടുണ്ട്. ഞാൻ നേരെ ഡൽഹിക്ക് പോയി കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ട് കണ്ടു. ആദ്യമൊന്നും അവരെൻ്റെ ആവശ്യം ചെവി കൊണ്ടില്ല. പക്ഷേ ഞാൻ വിട്ടില്ല. ഒരു ദിവസം ക്ഷമകെട്ട ഞാൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ചെകിട്ട് തടിച്ചു. കുമ്മനത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണത്തെ അല്പത്വമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ദേവസ്വം മന്ത്രി എന്നുള്ളതിനെ ഞാൻ പറയട്ടെ, കലികാലത്ത് ഇതെല്ലാം സംഭവിക്കും. പക്ഷേ ഈ ചടങ്ങിൽ ശ്രീധരനെ വേദിയിൽ ഇരിപ്പിടം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സമാദരിക്കുകയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ഈ പരിപാടിയിൽ ക്ഷണിക്കുകയും ചെയ്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെ മാതൃകാപരമായ അഭിനന്ദനീയമായ ഒരു നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന ചൊല്ല് അർത്ഥപൂർണ്ണമാകുന്നത് ഇത്തരം അല്പത്തം വിളമ്പുന്നവരുടെ വർത്തമാനം കേൾക്കുമ്പോഴാണ്. അത് കൂടുതലൊന്നും പറയാനില്ല കാര്യത്തിൽ. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് ഇത് മാത്രമാണ്. ഞാനിപ്പോൾ രാവിലെ തൊട്ട് ഭാരതീയ ജനതാ പാർട്ടിയും ആവശ്യപ്പെടുകയാണ്, ശ്രീധരനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തണം. ഇന്നലെ തൊട്ടേ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. കത്ത് വായിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത് ഇന്ന് രാവിലെയാണ്. സംസാരിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് തീരുമാനം. ആ തീരുമാനം ഇപ്പോഴാണ് ഞാൻ പുറത്ത് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയ ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ മറ്റോ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. എന്ത് തീരുമാനമെടുക്കുന്നു, തീരുമാനം എന്നെ ഒന്ന് അറിയിച്ചേക്ക്, ഞാനത് മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനെ ഞാൻ അല്പത്വം എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചെയ്യേണ്ട ഔദ്യോഗിക കാര്യങ്ങൾ മാത്രമാണ്. ഇതേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ പ്രശ്നമല്ല. BJPയോ കോൺഗ്രസ്സോ CPMോ അതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. ഇത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള കാര്യമാണ്. ആ നിലയിൽ കാണാൻ കഴിയുന്നില്ല. ദൗർഭാഗ്യകരം. ഇപ്പോൾ ശ്രീധരനെയും പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തണം എന്നായിരുന്നു കേരള ഗവൺമെൻറ്റും ആവശ്യപ്പെട്ടത്.
അവരെ 2 പേരെയാണ് ഒഴിവാക്കിയതെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് 18 പേരോ 19 പേരാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് ഉൾപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അന്ന് കള്ളവണ്ടി കയറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ ത്രിവിക്രമ? ഉസ്തല്ലേ, തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോൾ വേണമെങ്കിലും അവിടെ തന്നെ കാണാം. ഇപ്പം നമ്മൾ കരുതേണ്ട യഥാർത്ഥത്തിൽ ഈ ഒഴിവാക്കലിൻ്റെ പിന്നിലും കുമ്മനം ഉണ്ടെന്ന് വേണം കരുതാനായിട്ട്. അദ്ദേഹം ചാടി വീണ് ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഒഴിവാക്കിയതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ജനം ഇപ്പം അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അടക്കപ്പെടാന്നാ പറഞ്ഞേ? 10 മണിക്ക് അച്ഛനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, അച്ഛനെ വിളിച്ച് അടക്ക് വൈകിട്ടത്തേക്കാക്കാൻ പറ. ചാർലി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അല്ലേ പിന്നെ നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? 4-5 കസേര ഇറക്കിയിട്ട് ടാർപ്പായം വലിച്ചേറ്റിട്ട് സോഡ കുടിക്കാൻ ആർക്കും പറ്റും. അച്ഛനോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ശരി. അതെ, നിങ്ങളിത് ആരെ വിളിക്കുന്നത്? അച്ഛനെ അടക്കിന്റെ സമയം മാറ്റാൻ പറഞ്ഞു മാമച്ചൻ. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങോന്നേ സോഡ കുടിക്കാം, വാ. CMO പറയുന്നതിന് മുമ്പ് BJP നേതാവ് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ശരി ശരി ശരി. ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന വികസനങ്ങളെക്കുറിച്ചും ഭാവി മുഖ്യമന്ത്രി ഇപ്പോഴേ പറയും. അല്ല, അടുത്ത ഘട്ടം മെട്രോ എപ്പോഴുണ്ടാകും കുമ്മനംജി? ഇപ്പോൾ പറയാൻ പറ്റുമോ? ഇല്ല, അടുത്ത ഘട്ടം എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തീരുമാനമായിട്ടില്ല. കേരളത്തിൽ തിരുവനന്തപുരം മെട്രോ റെയിലും അതുപോലെ തന്നെ കോഴിക്കോട് മെട്രോ റെയിലും അടുത്ത ഒരു വികസന പദ്ധതിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അതും DMRC ഏക്കാൻ തയ്യാറാണ്. പക്ഷേ അത് സംബന്ധിച്ചുള്ള നടപടികൾ ആയിട്ടില്ല. ഇത്തവണ ഡൽഹിയിൽ വെച്ച് ഗ്രാമവികസന മന്ത്രി ശർമാജിയുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയും അനുകൂലമായൊരു തീരുമാനം നേടിയെടുക്കുകയും ചെയ്തു. ശർമാജിയെ കണ്ടിറങ്ങി ഉടൻ തന്നെ ഞാൻ ജോസിനെ വിളിച്ച് ഈ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. അല്ലേ ജോസേ? അതെ. DMRC ഒന്നിൽ നിന്നും പിൻവാങ്ങിയിട്ടില്ല. എല്ലാ കാര്യവും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ KMRCയും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും അത് സംബന്ധിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കണം. കാരണം ഇതിൻ്റെ അകത്തൊക്കെ പണം കേരളത്തിൻ്റെ ഷെയർ എത്ര എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം. കേരളത്തിന് ഷെയർ എത്രത്തോളം വഹിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനവും അതുപോലെ തന്നെ ശുപാർശയും വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ കേന്ദ്രത്തിന് നടപടിയെടുക്കാൻ പറ്റൂ. ഇനി അടുത്ത തിരുവനന്തപുരം കോഴിക്കോടുമാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പ്രസിഡന്റിനെയും ജോസിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്തിനോട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇവിടുത്തെ ആവശ്യങ്ങൾ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത് ലോക്കൽ നേതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കാണ്. അതുകൊണ്ട് പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പഠിക്കണം. ജനങ്ങളുമായി തുറന്ന ചർച്ചകൾ വേണം. എന്നിട്ട് എന്നെ ഒന്ന് കാണും. ഓക്കെ? ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനുണ്ടാവും കൂടെ. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ് മന്ത്രാലയം ഗർഭിണികൾക്ക് ശീലിക്കേണ്ട ആഹാരശീലങ്ങളിൽ നിന്നും മാംസം ഒഴിവാക്കുന്നത് സംബന്ധിച്ചിറക്കിയ ലഘുലേഖ തങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് അറിയിച്ചിരിക്കുന്നു. നന്നായി. അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഗർഭിണിയും മാംസം കഴിക്കാതിരുന്നേനെ. ഗർഭിണികളുടെ ശീലങ്ങൾ മാറ്റുന്നതെന്ന പേരിൽ ഒളിഞ്ഞുനോട്ടമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് നമ്മുടെ ഹസൻജിയൊക്കെ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പൊക്കോളൂ എന്ന് കേരളത്തിലെ മറ്റൊരു BJP മുഖ്യമന്ത്രി PK കൃഷ്ണദാസും അറിയിച്ചിട്ടുണ്ട്. ഗർഭകാലത്ത് സ്ത്രീകൾ മാംസാഹാരം ഉപേക്ഷിക്കണം, ലൈംഗിക ബന്ധം ഉപേക്ഷിക്കണം എന്നൊക്കെയാണ് BJPയുടെയും സംഘപരിവാറിൻ്റെയും രഹസ്യ അജണ്ട. വർഗീയ ഫാസിസം നടപ്പിലാക്കാനുള്ള അജണ്ട ഇപ്പോൾ അടുക്കളയിൽ നിന്ന് കിടപ്പ് മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗർഭിണികൾ ഗർഭസമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് 101 ഗർഭിണികൾ എഴുതിയ മഹത് ഗ്രന്ഥമാണിത്. പ്രഗ്നൻസി ലെറ്റ്സ് ടു ചൈൽഡ് ബർത്ത്. വില വെറും 60 രൂപ മാത്രം. മാംസാഹാരം ഗർഭകാലത്ത് സ്ത്രീകൾ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ നേരത്തെ കന്നുകാലികളുടെ കശാപ്പിനെ സംബന്ധിച്ച് നിയന്ത്രണത്തിന് ഉത്തരവ് കൊണ്ടുവന്ന് നമ്മുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് നേരെ കൈകടത്തിയ ആ ഒരു നടപടിയുടെ തുടർച്ചയാണിത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആയുഷ് വകുപ്പുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഗർഭിണികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ എന്ന വ്യാജേന ഗർഭിണികളുടെ ആരോഗ്യം എന്ന കാര്യം പറഞ്ഞുകൊണ്ടും മറ്റൊരു രൂപത്തിൽ ആളുകളുടെ മൗലിക അവകാശങ്ങളെ ധ്വംസിക്കുവാനായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ട് അല്ല, അതിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ അതിനെതിരായിട്ട് കോടതിയിൽ പോവുക മറ്റൊന്നും ചെയ്തോട്ടെ. ആൾക്കാർക്ക് അതിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ എന്തേ നാണം ഉണ്ടടാ നാറി ഒളിഞ്ഞു നോക്കാൻ. ഇനി ഇടവേളയ്ക്ക് ശേഷം കേരള പോലീസ് ആസ്ഥാനത്ത് എന്താണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയും.
കേരളത്തിലെ പോലീസ് ഭരണത്തിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ താൻ അവനെ പിന്തുടരണം. അവൻ എവിടെ പോകുന്നു, ആരെല്ലാം കാണുന്നു, കംപ്ലീറ്റ് വെയർ അബൌട്ട്സ്.